ന്യൂസ് റിയാലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വോക്സ്വാഗന്റെ ടൈഗോൺ ആണ്. TSI ആണ് വരുന്നത്. 1 ലിറ്റർ പെട്രോൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 20,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ്. നമ്മൾ ഇതിനു മുന്നും ഒരു ടൈഗോണിന്റെ ഡെമോ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം വേണ്ടി നമ്മൾ വീണ്ടും ഒരു ടൈഗോൺ 2021 മോഡലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന്റെ സ്ക്രാച്ച്, ഡെന്റ്, വേറെയുള്ള കംപ്ലൈൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളാഗ്രഹിക്കുന്ന വേണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് കുട്ടിച്ചേക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 2021 മോഡൽ വോക്സ്വാഗന്റെ ടൈഗോൺ ആണ് വരുന്നത്. 1 ലിറ്റർ ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ടാക്സ് വരുന്നത് 2036 9 മാസം വരെ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് 2024 10 മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട്. ഏകദേശം 13 ലക്ഷം രൂപ ID വാല്യൂ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി എന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ എല്ലാമും കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാം വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് വെള്ളം പിടിച്ച് കിടക്കുന്നത്. വേറെയുള്ള സ്ക്രാച്ചുകളൊന്നുമില്ല. ബമ്പർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും നല്ല നീറ്റായിട്ടുള്ള ബമ്പർ സൈഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഉരച്ചിലോ കാര്യങ്ങളൊന്നുമില്ല, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വീലാർച്ച് നോക്കാൻ നമുക്ക് ഒരു ചെറിയ സ്ക്രാച്ച് കണക്കും പറയാൻ മാത്രമുള്ള സ്ക്രാച്ചൊന്നുമില്ല. ടയർ ഭാഗമൊക്കെ ഒരു 80-85% ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും നല്ല നീറ്റാണ്, പറയാൻ മാത്രമുള്ള ഒരു സ്ക്രാച്ചും ഇല്ല. ബാക്കിലെ വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ടയറൊക്കെ ബാക്കിലെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. 80-85% ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്ക് സൈഡ് നോക്കുമ്പോഴാണെങ്കിലും ബ്രേക്ക് ലാമ്പെല്ലാം അങ്ങനെയുള്ള സ്ക്രാച്ചോ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ബമ്പർ സൈഡ് നോക്കുമ്പോഴാണെങ്കിലും വേറെയുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടിക്ക് നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. നമുക്ക് എന്തായാലും വണ്ടിയുടെ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. നല്ല നീറ്റാണ്, എല്ലാ സൈഡും കാര്യങ്ങളൊക്കെ ഒക്കെ നീറ്റായിട്ടാണ് നടക്കുന്നത്. പുതിയ ടയറും ടൂൾ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ബാക്ക് സൈഡ് നോക്കുമ്പോഴാണെങ്കിലും പറയാൻ മാത്രമുള്ള ഒരു സ്ക്രാച്ചും ഇല്ല. ബാക്ക് സൈഡിലെ ബമ്പർ ഒരു ചെറിയ സ്ക്രാച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പറയാൻ മാത്രമുള്ള സ്ക്രാച്ച് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു സ്ക്രാച്ച്, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം വണ്ടിയെ നോക്കിയിട്ട് ഒരു സ്ക്രാച്ച് ആയിട്ട് കണ്ടിരുന്നത്. ബാക്കിലെ വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും വേറെയുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കമ്പനി അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്ന ടൈഗോൺ ആണ്. അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നോക്കാൻ നേരത്ത് 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അകം നോക്കുമ്പോഴറിയാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് വർക്ക്, പക്ക നീറ്റാണ്. ഇന്ത്യയിൽ മൊത്തം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. എന്തായാലും നമുക്ക് വണ്ടിക്ക് അകത്തുനിന്ന് കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പുഷ് ബട്ടൺ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് ഗിയറും കാര്യങ്ങളെല്ലാം വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നമുക്കറിയാം 20,000 കിലോമീറ്റർ ഓടിയതിൻ്റെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏച്ചിയും കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആണ്. പിന്നെ സൺപ്രൂഫ് വരുന്നുണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. നല്ല നീറ്റാണ്. 2021 വണ്ടി, നല്ല നീറ്റാണ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. പിന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടി ബാക്ക് സൈഡൂടെ നോക്കിയേക്കാം. സീറ്റ് വർക്കൊക്കെ നല്ല നീറ്റാണ്. ഫ്ലോറൊക്കെ ആണെങ്കിലും ഒക്കെ നീറ്റായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നവർ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. നമ്മളിതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 12,50,000 രൂപ മാത്രമേ
ചോദിക്കുന്നുള്ളൂ. വെറും 20,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈഗോണൊക്കെ നോക്കിയെടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നമുക്ക് ഷെയർ ചെയ്തേക്കാം. നമ്മൾ ഇതിനു മുന്നേ ഒരു ടൈഗോൺ ഡെമോ കാറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളെല്ലാം കിട്ടിയായിരുന്നു. അപ്പം താല്പര്യമുള്ള നമ്മൾ വിളിച്ചോളൂ. നമ്പറെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളാഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് കൂട്ടിച്ചേക്കുക. പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും പുതിയ വണ്ടിയുടെ അപ്ഡേഷനായിട്ട് വരുന്ന പോലെ ബൈ.